Recent issues related to development of adolescence. ഇന്നത്തെ കൗമാരക്കാർ ജീവിതത്തിൽ പലതരം സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ആധുനിക ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും കാരണമാകുന്നു. കുടുംബജീവിതത്തിലെ മാറ്റങ്ങൾ, ഏകാന്തത, വീട് വിട്ടുപോകൽ, മയക്കുമരുന്ന് ഉപയോഗം, ഇന്റർനെറ്റ് അഡിക്ഷൻ, അതുപോലെ ആത്മഹത്യ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് യങ് പീപ്പിൾ എക്സ്പീരിയൻസ് മെനി ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. ഈ പ്രായത്തിൽ യുവാക്കൾക്ക് ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലോൺലിനെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് ഇൻ ലൈഫ്. ജീവിതത്തിൽ അർത്ഥവത്തായ ബന്ധങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ഏകാന്തത. ഇറ്റ് മേക്സ് പീപ്പിൾ ഫീൽ എംപ്റ്റി, അലോൺ ആൻഡ് അൺവാണ്ടഡ്. ഇത് ആളുകൾക്ക് ശൂന്യതയും ഒറ്റപ്പെടലും ആവശ്യമില്ലാത്ത ഒരു തോന്നലും നൽകുന്നു. ദേ ബിഗാൻ ടു സെർച്ച് ഫോർ ഐഡന്റിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. ഈ സമയത്ത് അവർ സ്വന്തം വ്യക്തിത്വം, സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ അംഗീകാരം എന്നിവയ്ക്കായി തിരയാൻ തുടങ്ങുന്നു. When they fail to connect with family, friends or society, they may start to feel lonely and isolated. കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ സമൂഹവുമായോ നന്നായി ബന്ധപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവപ്പെടാൻ തുടങ്ങാം. ലോൺലിനെസ് ഈസ് എ കോമൺ ആൻഡ് സീരിയസ് പ്രോബ്ലം എമംഗ് അഡോളസൻസ്. കൗമാരക്കാർക്കിടയിലെ ഒരു സാധാരണവും ഗൗരവമേറിയതുമായ പ്രശ്നമാണിത്. കോസസ് ഓഫ് ലോൺലിനെസ്. ഏകാന്തതയുടെ പ്രധാന കാരണങ്ങൾ. 1. ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. സാമൂഹിക ഇടപെടൽ ശേഷിയില്ലായ്മ. ചിലർക്ക് മറ്റുള്ളവരുമായി എങ്ങനെ ശരിയായി ഇടപഴകണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നറിയാത്ത ഒരവസ്ഥ. 2. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ പീപ്പിൾ. മറ്റുള്ളവരിൽ താല്പര്യമില്ലായ്മ. കൂട്ടുകാരെ ഉണ്ടാക്കാനോ മറ്റുള്ളവരെ അറിയാനോ താല്പര്യമില്ലായ്മ. 3. ലാക്ക് ഓഫ് എമ്പതി. സഹാനുഭൂതി ഇല്ലായ്മ. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനും കഴിയുന്നതാണ് സഹാനുഭൂതി. അതില്ലെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രയാസമാകും. 4. ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സ്വയം ഒരു ആത്മവിശ്വാസക്കുറവ്. 5. ഫെയിലിയർ ടു ഡിസ്ക്ലോസ് പേഴ്സണൽ ഇൻഫോർമേഷൻ. സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മടി. സ്വന്തം ചിന്തകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിലൂടെയാണ് സൗഹൃദം വളരുന്നത്. അതില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാൻ പ്രയാസമാകും. 6. സിനിസിസം അബൌട്ട് ഹ്യൂമൻ നേച്ചർ. മനുഷ്യ സ്വഭാവത്തോടുള്ള അവിശ്വാസം. ചിലർക്ക് മറ്റുള്ളവർ സ്വാർത്ഥരോ വിശ്വസിക്കാൻ കൊള്ളാത്തവരോ ആണെന്ന് തോന്നപ്പെടാം. 7. പെസിമിസം അബൌട്ട് ലൈഫ്. ജീവിതത്തോടുള്ള നിരാശ. എപ്പോഴും മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയോ ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുകയോ ചെയ്യുന്നു. 8. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ബാഹ്യ നിയന്ത്രണത്തിൽ വിശ്വസിക്കൽ. ജീവിതത്തിലെ സംഭവങ്ങൾ സ്വന്തമായിട്ടല്ല മറിച്ച് വിധി വഴിയോ മറ്റുള്ളവർ വഴിയോ ആണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നതാണിത്. 9. പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ. ലജ്ജ, ഉത്കണ്ഠ, ആത്മാഭിമാനക്കുറവ് അല്ലെങ്കിൽ അപകർഷതാബോധം എന്നിവ ഉണ്ടാകുക. 10. ലൈഫ് ചേഞ്ചസ്. ജീവിതത്തിലെ മാറ്റങ്ങൾ. പുതിയ സ്കൂളിലേക്കോ സ്ഥലത്തേക്കോ മാറുന്നത്, മാതാപിതാക്കളുടെ വേർപിരിയൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം തുടങ്ങിയ സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു ഏകാന്തത. കോൺസിക്വൻസസ് ഓഫ് ലോൺലിനെസ്. ഏകാന്തതയ്ക്ക് മനസ്സിനും ശരീരത്തിനും ദോഷകരമായ നിരവധി ഫലങ്ങളുണ്ട്. 1. ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ്. വിഷാദവും ആത്മഹത്യയും. ഏകാന്തതയുള്ള ആളുകൾക്ക് പലപ്പോഴും സങ്കടം, പ്രതീക്ഷയില്ലായ്മ, ഒന്നിനും കൊള്ളില്ലായ്മ തുടങ്ങിയ തോന്നലുകൾ ഉണ്ടാകാം. 2. കാർഡിയോവസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും പക്ഷാഘാതവും. ഏകാന്തത രക്തസമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും വർദ്ധിപ്പിക്കും. 3. ഇൻക്രീസ്ഡ് സ്ട്രെസ് ലെവൽസ്. വർദ്ധിച്ച മാനസിക പിരിമുറുക്കം. ഈ നിരന്തരമായ പിരിമുറുക്കം മാനസിക സമാധാനത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും. 4. ഡിക്രീസ്ഡ് മെമ്മറി ആൻഡ് ലേണിംഗ്. ഓർമ്മക്കുറവും പഠനശേഷി കുറയലും.
ഏകാന്തതയുള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യങ്ങൾ ഓർമ്മിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. 5. ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, സാമൂഹിക വിരുദ്ധ പെരുമാറ്റം. ഏകാന്തതയുള്ള ഒരാൾ ആളുകളെ ഒഴിവാക്കുകയും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യാം. 6. പുവർ ഡിസിഷൻ മേക്കിംഗ്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കൽ. ഏകാന്തത ഒരാളെ പരിഭ്രാന്തനാക്കുകയോ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യാം. അതുമൂലം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. 7. ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ്, മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും. ചിലർ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നു. 8. പ്രോഗ്രഷൻ ഓഫ് അൾഷിമേഴ്സ് ഡിസീസ്, അൾഷിമേഴ്സ് രോഗം കൂടാൻ സാധ്യത. പ്രായമായവരിൽ ഏകാന്തത അൾഷിമേഴ്സ് രോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഓർമ്മക്കുറവ് കൂടുതൽ വഷളാക്കുകയും ചെയ്യാം. 9. ഓൾട്ടേർഡ് ബ്രെയിൻ ഫങ്ഷൻ, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലെ മാറ്റം. ഏകാന്തത തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. 10. ആൻറ്റി സോഷ്യൽ ആൻഡ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, സാമൂഹിക വിരുദ്ധവും സ്വയം നശിപ്പിക്കുന്നതുമായ പെരുമാറ്റം. ഏകാന്തത ആളുകളെ ദേഷ്യക്കാരും ശത്രുതയുള്ളവരും അക്രമാസക്തരുമാക്കി മാറ്റാം. എഡ്യൂക്കേഷണൽ റെമഡീസ് ഫോർ അവോയ്ഡിംഗ് ലോൺലിനെസ് ഇൻ അഡോളസൻസ്, കൗമാരപ്രായത്തിലെ ഏകാന്തത ഒഴിവാക്കുന്നതിനുള്ള വിദ്യാഭ്യാസപരമായ പരിഹാരങ്ങൾ. 1. ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്, സാമൂഹിക ഇടപെടൽ ശേഷി വളർത്തുക. മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കണം, സഹകരിക്കണം, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം എന്ന് സ്കൂളുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. 2. എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കളികൾ, ക്ലബ്ബുകൾ, കലാപരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുക. 3. പ്രൊവൈഡ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, കൗൺസിലിംഗും മാർഗനിർദ്ദേശവും നൽകുക. സ്കൂളിലെ കൗൺസിലർമാർക്ക് ഏകാന്തത അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുമായി സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു. 4. പ്രൊമോട്ട് പിയർ റിലേഷൻഷിപ്സ്, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുക. സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയോ കൂട്ടുകാരുമായി സഹകരിച്ചുള്ള പരിപാടികൾ നടത്തിയോ അധ്യാപകർക്ക് ടീം വർക്കും സൗഹൃദവും വളർത്താൻ പ്രോത്സാഹിപ്പിക്കാം. 5. ക്രിയേറ്റ് എ ഫ്രണ്ട്ലി ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, സൗഹൃദപരമായ ക്ലാസ് അന്തരീക്ഷം സൃഷ്ടിക്കുക. ക്ലാസ്സിൽ ഊഷ്മളവും പിന്തുണ നൽകുന്നതുമായ ഒരന്തരീക്ഷം ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വവും അംഗീകാരവും നൽകും. 6. എൻകറേജ് സെൽഫ് എക്സ്പ്രഷൻ, സ്വയം പ്രകടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. സംവാദം, കഥ പറച്ചിൽ, ആർട്ട്, എഴുത്ത് പോലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നു. 7. ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തുക. വിദ്യാർത്ഥികളുടെ പ്രയത്നങ്ങളെ അഭിനന്ദിച്ചും അവരുടെ കഴിവുകൾ കണ്ടെത്താൻ സഹായിച്ചും അവരെ സ്വയം വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചും അധ്യാപകർക്ക് ആത്മവിശ്വാസം വളർത്താം. 8. ടീച്ച് എംപതി ആൻഡ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിംഗ്, സഹാനുഭൂതിയും വൈകാരിക ധാരണയും പഠിപ്പിക്കുക. ദയ, ബഹുമാനം, വൈകാരിക ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കും. 9. പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്, മാനസികാരോഗ്യത്തെക്കുറിച്ച് അവബോധം നൽകുക. മാനസികാരോഗ്യം എത്ര പ്രധാനമാണെന്നും നിശബ്ദമായി ഇരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. 10. ഇൻവോൾവ് പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി, മാതാപിതാക്കളെയും സമൂഹത്തെയും ഉൾപ്പെടുത്തുക. രക്ഷാകർതൃ അധ്യാപക മീറ്റിങ്ങുകളും സാമൂഹിക പരിപാടികളും വഴി കൗമാരക്കാർക്ക് വീട്ടിലും സ്കൂളിലും വൈകാരിക പിന്തുണ ഉറപ്പാക്കാൻ കഴിയും. ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്ന രണ്ടാമത്തെ പ്രധാന പ്രശ്നമാണ് പിയർ പ്രഷർ അഥവാ സമപ്രായക്കാരുടെ സമ്മർദ്ദം. Peer pressure means the influence from friends or people of the same age to behave like them. സമപ്രായക്കാരുടെ സമ്മർദ്ദം എന്നാൽ സ്വന്തം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപാഠികളോ ചെയ്യുന്നത് പോലെ പെരുമാറാൻ ഉണ്ടാകുന്ന സ്വാധീനമാണ്. It happens because everyone wants to be accepted and liked by their friends.
എല്ലാവരും തങ്ങളുടെ കൂട്ടുകാരാൽ അംഗീകരിക്കപ്പെടാനും ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിയർ പ്രഷർ ഈസ് സ്ട്രോങ്ങസ്റ്റ് ഡ്യൂറിംഗ് അഡോളസെൻസ്. കൗമാരപ്രായത്തിലാണ് ഈ സമ്മർദ്ദം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. സമപ്രായക്കാരുടെ സമ്മർദ്ദം രണ്ട് തരത്തിലുണ്ട്: പോസിറ്റീവ് പിയർ പ്രഷർ ആൻഡ് നെഗറ്റീവ് പിയർ പ്രഷർ. പോസിറ്റീവ് പിയർ പ്രഷർ എന്നാൽ കൂട്ടുകാർ നല്ല ശീലങ്ങൾക്കും നല്ല പെരുമാറ്റത്തിനും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇങ്ങനെയുണ്ടാകുന്നു. ഉദാഹരണത്തിന്, നന്നായി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, SPC, NCC, NSS പോലെയുള്ളവയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നത്, പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ സ്കൂൾ ക്ലബ്ബുകളിൽ പങ്കെടുക്കുന്നത് എന്നിവ. രണ്ടാമത്, നെഗറ്റീവ് പിയർ പ്രഷർ. അതായത് കൂട്ടുകാർ ഒരാളെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ സ്വാധീനിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പുകവലിക്കുന്നത്, ക്ലാസുകൾ ഒഴിവാക്കുന്നത്, മദ്യപിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നത്. പോസിറ്റീവ് എഫക്ട്സ് ഓഫ് പിയർ പ്രഷർ. നല്ല സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ഗുണങ്ങൾ. 1. സമപ്രായക്കാരുടെ സമ്മർദ്ദം കൗമാരക്കാർക്ക് ഊർജം നൽകാനും വിജയിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും നല്ല ശീലങ്ങൾ പിന്തുടരാനും സഹായിക്കും. 2. ഇത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം എന്നിവ വളർത്താനും വളരെ സഹായിക്കുന്നു. 3. ഇത് അവരുടെ ധാർമ്മിക മൂല്യങ്ങളെയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധത്തെയും രൂപപ്പെടുത്തുന്നു. 4. നല്ല സമപ്രായക്കാരുടെ സമ്മർദ്ദം വായന, വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ചേരുക തുടങ്ങിയ നല്ല ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. 5. ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഇത് കൗമാരക്കാരെ സഹായിക്കും. 6. പുകവലി, മദ്യപാനം, ക്ലാസുകൾ ഒഴിവാക്കൽ പോലുള്ള മോശം ശീലങ്ങൾ നിർത്താൻ ഇതവരെ സഹായിക്കുകയും ചെയ്യും. നെഗറ്റീവ് എഫക്ട്സ് ഓഫ് പിയർ പ്രഷർ. മോശം സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ദോഷങ്ങൾ. 1. സമപ്രായക്കാരുടെ സമ്മർദ്ദം മയക്കുമരുന്ന് ഉപയോഗം, പുകവലി, ക്ലാസുകൾ ഒഴിവാക്കൽ, മറ്റുള്ളവരെ കളിയാക്കൽ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത പ്രായത്തിൽ മദ്യപാനം പോലുള്ള മോശം ശീലങ്ങളിലേക്ക് കൗമാരക്കാരെ നയിക്കും. 2. ഇത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പലപ്പോഴും വരാതിരിക്കാനും പഠനത്തിൽ മോശം പ്രകടനം കാഴ്ചവെക്കാനും കാരണമാകും. 3. തീവ്രമായതോ ദോഷകരമായതോ ആയ ഗ്രൂപ്പുകളിൽ ചേരാൻ ഇത് കൗമാരക്കാരെ പ്രേരിപ്പിച്ചേക്കാം. 4. ഗുണ്ടാ സംഘങ്ങളിൽ ചേരാനും മോഷണം, പൊതുമുതൽ നശിപ്പിക്കൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ പോലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും ഇത് കാരണമായേക്കാം. 5. സുഹൃത്തുക്കളുടെ സ്വാധീനം കാരണം കൗമാരക്കാർക്ക് പഠനത്തിലോ കരിയറിലോ മോശം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. 6. കൂട്ടുകാരുടെ ശൈലി, ഫാഷൻ, പെരുമാറ്റം എന്നിവ കണ്ണടച്ച് പകർത്തിക്കൊണ്ട് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താൻ സമപ്രായക്കാരുടെ സമ്മർദ്ദം കാരണമായേക്കാം. സ്ട്രാറ്റജീസ് ഫോർ കോപ്പിംഗ് വിത്ത് പിയർ പ്രഷർ. സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്സ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. മാതാപിതാക്കളും അധ്യാപകരും നല്ല രീതിയിൽ സംസാരിക്കുകയും സ്നേഹവും ബഹുമാനവും ദയയും കാണിക്കുകയും വേണം. ഷോ ഇൻട്രസ്റ്റ്. താൽപ്പര്യം കാണിക്കുക. കൗമാരക്കാരുടെ പ്രവർത്തനങ്ങളിലും കൂട്ടുകാരിലും ആത്മാർത്ഥമായി താൽപ്പര്യം കാണിക്കുക. എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. കൗമാരക്കാർക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. ബൂസ്റ്റ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കൗമാരക്കാർക്ക് ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പിന്തുണ നൽകുക. ബി ഗുഡ് റോൾ മോഡൽസ്. നല്ല മാതൃകയാവുക. മുതിർന്നവർ കൗമാരക്കാരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കണം. പ്രൊമോട്ട് ഡൈവേഴ്സ് ഫ്രണ്ട്ഷിപ്സ്. വിവിധ സൗഹൃദങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വ്യത്യസ്ത തരം കൂട്ടുകാരുമായി ഇടപഴകാൻ കൗമാരക്കാരെ പ്രോത്സാഹിപ്പിക്കുക. എഡ്യൂക്കേറ്റ് പാരൻസ്. മാതാപിതാക്കളെ പഠിപ്പിക്കുക. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ നേരിടുന്ന സമപ്രായക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും മനസ്സിലാക്കണം. എൻകറേജ് ഇൻഡിവിജ്വാലിറ്റി. വ്യക്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുക. കൗമാരക്കാർ സ്വതന്ത്രരായിരിക്കാനും സ്വന്തമായി നല്ല തീരുമാനങ്ങൾ എടുക്കാനും അവരെ സഹായിക്കുക. ടീച്ച് അസർട്ടീവ്നെസ്. തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയാൻ കൗമാരക്കാരെ പഠിപ്പിക്കുക. പ്രൊമോട്ട് ഗുഡ് ഫ്രണ്ട്ഷിപ്സ്.
നല്ല സൗഹൃദങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പോസിറ്റീവായവരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമായ ആളുകളുമായി കൂട്ടുകൂടാൻ കൗമാരക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്ന മൂന്നാമത്തെ പ്രധാന പ്രശ്നമാണ് ചേഞ്ചിങ് ഫാമിലി സ്ട്രക്ചേഴ്സ് ആൻഡ് അഡോളസൻസ്, അഥവാ കുടുംബഘടനയിലെ മാറ്റങ്ങളും കൗമാരക്കാരിലെ പ്രശ്നങ്ങളും. കുടുംബം ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ വ്യവസായവൽക്കരണവും ആധുനിക ജീവിതവും കുടുംബത്തിൻ്റെ ഘടനയെ മാറ്റിമറിച്ചു. സാമൂഹികവും വൈകാരികവും സാമ്പത്തികവുമായ പിന്തുണ നൽകിയിരുന്ന പരമ്പരാഗത കൂട്ടുകുടുംബങ്ങൾ ഇപ്പോൾ ഏതാണ്ടില്ലാണ്ടായി. അതിനു പകരം ന്യൂക്ലിയർ ഫാമിലി, സിംഗിൾ പാരന്റ് ഫാമിലി, ബ്ലെൻഡഡ് ഫാമിലി, അഡോപ്റ്റീവ് ഫാമിലി ആൻഡ് കൊഹബിറ്റിംഗ് ഫാമിലി എന്നിങ്ങനെയുള്ള പലതരം കുടുംബങ്ങൾ നിലവിൽ വന്നു. ഈ മാറ്റങ്ങൾ കൗമാരക്കാർക്കിടയിൽ നിരവധി വൈകാരികവും സ്വഭാവപരവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബിഹേവിയറൽ പ്രോബ്ലംസ്. ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടികൾ പലപ്പോഴും ദേഷ്യം, മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് എന്നിവ കാണിക്കാറുണ്ട്. ഇമോഷണൽ പ്രോബ്ലംസ്. വൈകാരിക പ്രശ്നങ്ങൾ. മാതാപിതാക്കളുടെ വഴക്കുകൾ, വേർപിരിയൽ അല്ലെങ്കിൽ വിവാഹമോചനം എന്നിവ കൗമാരക്കാരിൽ മാനസിക പിരിമുറുക്കവും വൈകാരിക വേദനയും ഉണ്ടാക്കുന്നു. ലോ മെൻ്റൽ ഹെൽത്ത്. മോശം മാനസികാരോഗ്യം. തകർന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്ഥിരതയുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ അപേക്ഷിച്ച് ആത്മവിശ്വാസവും മാനസികാരോഗ്യവും കുറവായിരിക്കും. ഡെലിൻക്വൻസി. കുറ്റകൃത്യ പ്രവണത. ഒറ്റ രക്ഷിതാവിൻ്റെയോ വിവാഹമോചിതരായവരുടെയോ കൂടെയുള്ള കൗമാരക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ. അച്ഛനോടൊപ്പം ഒരിക്കലും താമസിച്ചിട്ടില്ലാത്തവർ നിയമവിരുദ്ധരായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. പൊരുത്തക്കേട്. പതിവായി വഴക്കിടുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സാമൂഹികമായും വൈകാരികമായും പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകും. സബ്സ്റ്റൻസ് അബ്യൂസ്. മയക്കുമരുന്ന് ഉപയോഗം. പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിലെ കൗമാരക്കാർക്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചൈൽഡ് അബ്യൂസ്. കുട്ടികളെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത. ഒറ്റ രക്ഷിതാവിൻ്റെയോ ബ്ലെൻഡഡ് കുടുംബങ്ങളിലെ കുട്ടികളോ ദുരുപയോഗം നേരിടാൻ കൂടുതൽ സാധ്യതയുണ്ട്. സെക്ഷൽ ആക്ടിവിറ്റി. ലൈംഗികപരമായ പ്രവണത. തകർന്ന കുടുംബങ്ങളിലെ കൗമാരക്കാർ ലൈംഗികമായി സജീവമാകാനും കൗമാരഗർഭം, രോഗങ്ങൾ തുടങ്ങിയ അപകട സാധ്യതകൾ നേരിടാനും സാധ്യതയുണ്ട്. പുവർ അക്കാഡമിക് പെർഫോമൻസ്. മോശം പഠന നിലവാരം. കൂട്ടുകുടുംബങ്ങളിലെയും സ്ഥിരതയുള്ള ന്യൂക്ലിയർ കുടുംബങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മറ്റു കുടുംബങ്ങളിലെ കുട്ടികളെക്കാൾ മികച്ച പഠന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഡിപ്രഷൻ. വിഷാദം. പ്രശ്നങ്ങളുള്ള വീടുകളിലെ കൗമാരക്കാർക്ക് കൂടുതൽ മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ, ആത്മാഭിമാനക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നു. ക്ലാസ് റൂം ഇൻഡിസിപ്ലിൻ. ക്ലാസ്സിലെ അച്ചടക്കമില്ലായ്മ. വേർപിരിഞ്ഞ മാതാപിതാക്കളുടെ കുട്ടികൾ ക്ലാസ്സിൽ കൂടുതൽ മോശമായി പെരുമാറുന്നതായി കാണിക്കുന്നു. പുവർ അറ്റൻഡൻസ്. മോശം ഹാജർ നില. സ്ഥിരതയില്ലാത്ത കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതയുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ അപേക്ഷിച്ച് സ്കൂളുകളിൽ വരാതിരിക്കുകയോ വൈകിയെത്തുകയോ ചെയ്യാറുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ കൗമാരക്കാർ അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കുന്ന നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആധുനിക ജീവിതം, മാറുന്ന കുടുംബഘടനകൾ, സമപ്രായക്കാരുടെ സമ്മർദ്ദം, ഏകാന്തത, സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്നിവയെല്ലാം വളർച്ചയുടെ ഈ പ്രധാന ഘട്ടത്തിൽ മാനസിക പിരിമുറുക്കത്തിനും ആശയക്കുഴപ്പത്തിനും കാരണമാകുന്നു. ഈ പ്രശ്നങ്ങൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വൈകാരികവും സാമൂഹികവും സ്വഭാവപരവുമായ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം. കൗമാരക്കാർക്ക് ആരോഗ്യവാന്മാരും ആത്മവിശ്വാസമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരുമായ മുതിർന്നവരായി വളരാൻ സാധിക്കുന്നതിന് മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിച്ച് സ്നേഹത്തോടെ, കരുതലോടെ, മനസ്സിലാക്കലോടുകൂടി അവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ്.